എൻ്റെ കയ്യിലേക്ക് ഈ സാധനം കണ്ടോ, ഇത് കാരണം ഒരു പോളോൻ്റെ കംപ്ലീറ്റ് ഡാഷ്ബോർഡ് വയറിങ്ങിട്ട് കത്തിപ്പോയതാണ്ടാ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രസറിൻ്റെ ക്ലച്ച് പോലെ, AC കംപ്രസറിൻ്റെ ക്ലച്ച് പോലെയാണ്ടാ. അപ്പോൾ ഇത് ഷോർട്ട് വന്നപ്പോൾ ശരിക്കും ഈ ഡാഷ്ബോർഡിനകത്ത് ഫ്യൂസ് വരുന്നത് 5 ആമ്പ് ഫ്യൂസാണ്. ഇത് ഷോർട്ടായി കഴിഞ്ഞാൽ അടിച്ചു പോകാനായിട്ട്. അപ്പോൾ അവരെന്തെന്ന് വെച്ചാൽ 5 ആമ്പ് ഫ്യൂസ് മാറ്റിയിട്ട് അതിനേക്കാളും വലിയ ആമ്പ് കൂടിയ ഫ്യൂസ് അത് ഇട്ടു. അപ്പോൾ എന്ത് ചെയ്തു, ഫ്യൂസ് അടിച്ചു പോയില്ല, പകരം വയറിങ്ങിട്ട് ഫുള്ളും കത്തിപ്പോയി. വല്ല പെട്രോൾ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി നിന്ന് കത്തൂട്ടാ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഫ്യൂസൊക്കെ അടിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടുപിടിച്ചിട്ട് ഫ്യൂസ് എന്തുകൊണ്ട് അടിച്ചു പോകുന്നുള്ള കാര്യം കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ഫ്യൂസ് ചേഞ്ച് ചെയ്യുക. അതിന് പകരം വലിയ ആമ്പിൻ്റെ ഫ്യൂസ് ഇട്ട് കഴിഞ്ഞാൽ ഫ്യൂസ് അടിച്ചു പോയില്ല, പക്ഷേ വയറിങ്ങിൻ്റെ കംപ്ലീറ്റ് മൊത്തം കത്തിപ്പോട്ടാ. അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കറക്റ്റ് ആമ്പ് ഫ്യൂസ് നോക്കി ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ പണിത ഫോക്സ്വാഗൺ വണ്ടികളാണ്. അപ്പോൾ നമുക്ക് ഫോക്സ്വാഗണിൽ പണിത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജോലിക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള സാലറി കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ കാണുന്ന നമ്മളൊന്ന് കോൺടാക്ട് ചെയ്തോ. നമ്മുടെ ഫോക്സ്വാഗൺ വണ്ടികളാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾ മാത്രം പണിത എക്സ്പീരിയൻസ് ഉള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്തോ. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം കേട്ടോ.